അങ്ങനെ അനിയത്തിക്കുട്ടി അവിടെ കാര്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കുകയാണ്. എന്താ മോളെ എന്ന് സ്പെഷ്യൽ? അല്ല ഞാനും അമ്മയും എല്ലാരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയല്ലേ അനക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി. എന്താ അമ്മേ ഞാൻ കൂടിയില്ല. ഒന്ന് പാത്രങ്ങളൊക്കെ അവനോട് കൊണ്ടുപോയി തരുന്ന ആരാ? സപ്ലൈ യൂണിറ്റിന് ഒരാൾ വേണ്ടേ മോളെ? എന്താ എൻ്റെ അഭിപ്രായം? വ്യക്തിപര നിർബന്ധമല്ലാന്നോ? മുളകി ഉണ്ടേനോ മോള് ഒപ്പിടല്ലേ പരിപാടി? ഒപ്പിടുന്ന ആള് വർത്താനം പറയണ്ട. എൻ്റെ അഭിപ്രായം അമ്മേൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഒറ്റയ്ക്കാണ്. അങ്ങോട്ട് ചെല്ലുക. അങ്ങോട്ട് വേഗം ചെന്നോളി ട്ടോ. ആ ഞാൻ തന്നെ ഓളെ ഇറക്കാൻ പോണേ. ഓളെ ഇറക്കാൻ എന്തെങ്കിലും ആവട്ടെ. ഇറക്കുന്നതിനെ പറ്റി തന്നെ പറയുന്നത്. ഇറക്ക കയറ്റി എന്തെങ്കിലും ആവട്ടെ. നല്ല ചെമ്മീൻ ബിരിയാണി കഴിക്കുന്നതിന് തിരക്കില്ലല്ലോ. ഞങ്ങളൊക്കെ കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണി. അമ്മ ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെന്ന് എല്ലാവരും ചോദിക്കുന്നത്. എങ്ങനെയാ ബിരിയാണിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമോ? എങ്ങനെയാ ബിരിയാണിന്റെ റെസിപ്പി? എങ്ങനെയാ ചെറുങ്ങനെ ഒന്ന് പറയോ? എന്നിട്ട് പിന്നെ റൈസിന്റെ മുകളിൽ അല്ല ബിരിയാണിന്റെ ആ മസാല ഉണ്ടാക്കിയതിന്റെ മുകളിലായിട്ട് ചെമ്മീന്റെ മസാല ഉണ്ടാക്കിയതിന്റെ മുകളിലായിട്ട് ഒരു വാഴയില ഇട്ട് അതിന്റെ മുകളിൽ റൈസ് ഇട്ട് എന്നിട്ട് ഒന്നുകൂടെ അതാണ് സിമ്പിൾ റെസിപ്പി മേക്കിങ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനം കഴിക്കാൻ വളരെ സിമ്പിളാ അല്ലേ? ഈ കഴിക്കുന്ന ഒരാള് എന്ന നിലയിൽ എനക്ക് എന്താ പറയാനുള്ളത്? 40K ആയി. അതും ഉണ്ട് ഇതിനകത്ത് കൂടെ. ഇന്ന് ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ആയി. നല്ല ചള്ളാസ കൂട്ടില്ലേ? എൻ്റെ ഒക്കെ ഒരു ജീവിതമാണ് ജീവിതം. എനിക്ക് അമ്മ പെട്ടെന്നൊരു സെലിബ്രിറ്റി ലൈഫിലേക്ക് എത്തിയപ്പോൾ എന്ത് തോന്നുന്നു? മുടിയൊക്കെ ഇങ്ങനെ ജാങ്കോ പോലെ കെട്ടിയിട്ട്. ഇങ്ങനെ സെലിബ്രിറ്റി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ദിവസം ലക്ഷങ്ങൾ വരുമാനത്തിലേക്ക് എത്തുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് മോളെ. ആണല്ലേ? അയച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അച്ചാറ് വേണം വയ്ക്കുന്നുണ്ട്, അമ്മാറ് വേണം വയ്ക്കുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയോ ഓക്ക് വേണ്ടി വെള്ളം അടക്കം. അച്ഛനൊക്കെ എന്തൊരു സ്നേഹം മോളോട്. എനിക്ക് ഞാൻ ജനിച്ച ശേഷം എനിക്ക് മനസ്സിലായി ഇവിടെ ഉണ്ടായതിനു ശേഷം എന്നോട് സ്നേഹം കുറഞ്ഞു. എനിക്ക് പണ്ടൊട്ടേ തോന്നുന്നൊരു കാര്യം. എന്നോട് ഭയങ്കര സ്നേഹക്കുറവ്, ഇവളോട് ഭയങ്കര കാര്യം. ഇവക്ക് വേണ്ടിയാ ബിരിയാണി ഉണ്ടാക്കി തന്നെ. എനിക്ക് വേണ്ടി ഉണ്ടാക്കൂലൊന്നും. മാഗി പറഞ്ഞാൽ മാഗി കൊണ്ടുപോയി കൊടുക്കുക, ഇവക്ക് ചോക്ലേറ്റ് പറഞ്ഞാൽ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കൂ. ഞാൻ ഒന്നും പറയുന്നില്ല. ഇവക്ക് വേണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി. എന്നാലും ഓള് പണ്ടല്ലേ ഉണ്ടാക്കി. ഞാൻ പറയത്തില്ലേ എന്റെ പൊന്നു മോളെ, കള്ളത്തിനെ പറയില്ലേ? കള്ള പറഞ്ഞ കണ്ണ് കാണും. അച്ഛനും ദേവും കൂടിയാണ് ചെമ്മീൻ വാങ്ങി കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ എന്ത് മോള് പറയാ? അതും ശരിയാണ്. എന്റെ കേരളത്തിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി ദേവത്തിന് ആലോചിക്കണം. അങ്ങനെ ഈ പറയും മറ്റേ ബിരിയാണി ദേവന് കഴിക്കൂല. അപ്പൊ പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി അല്ലല്ലേ? ഓ മൈ ഗോഡ്. ചിരിക്കല്ലേ ചിരിക്കല്ലേ. സിംബയോട്ടിക്. നല്ല ചെമ്മീൻ്റെ ടേസ്റ്റ് എടുത്തുന്നേക്കാലേക്ക് സ്ലൈസി എന്ന് പറഞ്ഞ സംഭവം. അത് എന്താ എന്താ നടക്കുന്നത്? എന്താ എന്താ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞേ? ഓ ഞാൻ തേങ്ങ അരക്കുമ്പോ എന്റെ കൈയാട് കയറേണ്ടി വരും. കയ്യാളാണല്ലേ? പണ്ടാരം നല്ല ബിരിയാണി അല്ലേ? എന്തൊക്കെ പറഞ്ഞാ മൽഗോവ ബിരിയാണിയാന്ന്. വേറെ അറിഞ്ഞോ? വേറെ അറിഞ്ഞ പോകണില്ലേ? എത്രയും തോന്നെ ബിരിയാണി ഒറ്റടി കഴിച്ചാൽ എങ്ങനെ പോകാനാ മോളെ? ഒരു നേരത്തെ ബിരിയാണിയാണോ ബോസിനുള്ളത് കൊടുക്കുന്നത്? ചമ്മന്തി അച്ഛൻ ഉണ്ടാക്കി തയ്ക്കും അല്ലേ? ആണ്. അല്ല അന്ന് ടോണിയങ്കായിലൊക്കെ ഷൂട്ട് ഉണ്ടെന്ന് കേട്ട് മാഡത്തിന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ടോണിയങ്കായിലേക്കൊക്കെയാ പോണേ. ഇന്ന് ഷൂട്ടൊക്കെ ഉണ്ട്. എപ്പോഴാ? ഓ എന്തൊരു വിനയം. ഇന്ന് ഇവക്ക് ഒരു ബ്രാൻഡ് കൊളാബറേഷൻ ഉണ്ട്. ടോണിയങ്കായത്തെ കൊളാബറേഷൻ, ഹെയർ കട്ടിങ് സ്പാ ഒക്കെ കൂടി ആയിട്ടുള്ള കൊളാബറേഷൻ ആണ്. ഇവിടെ ഈ വീഡിയോ ഡയറക്റ്റ് കോളാണ്, ഞാൻ മുഖാന്തരമുള്ള കോളല്ല. നമുക്ക് കിട്ടിയാണ് വർക്ക്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് കേട്ടോ. അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടോളറൻസ് ഓഫ് എൻഡ്യൂറൻസ് ഓഫ് യുവർ സ്കിൽ ആൻഡ് സിംബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആൻഡ് വേണ്ടേ ഇംഗ്ലീഷ് കുറച്ച് അല്ല അങ്ങനെ വൈപുണ്യത ഏറിയ വർത്തമാനങ്ങളുമായി നമ്മൾ നിപുണത വൈപുണ്യം എന്താ നമ്മൾ ചോദിച്ചാലും കാര്യമുണ്ട്. ഈ ചെമ്മീൻ ബിരിയാണി മൊത്തം കഴിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും അതിനോടൊരു അസൂയ തോന്നും. കാരണം എന്താ പറയുക? അല്ല അമ്മണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണി ഇപ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ. The symbiotic and anabiotic of Indian strategy of psychology is equal to 1 plus 2. LHS is equal to RHS. Equal to 1 plus 2, 3 plus 4.
മാസ്ക് വേണം. കൊറോണയാണോ നമുക്ക്? ഓ അതെന്താ? ഐസക് ന്യൂട്ടൺ ഈസ് ആപ്പിൾ ആൻഡ് ഹെഡ്. എൻ്റെ പൊന്നു മോളെ, ഈ ഇംഗ്ലീഷ് പറഞ്ഞ ഏട്ടൻ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഏട്ടൻ നിങ്ങളെ മുന്നിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ സംഭവം എൻ്റെ മോളെ ഇത്രയും ചെമ്മീൻ എനിക്കാണോ? വേണ്ട വേണ്ട. അങ്ങനെ ചോദിച്ചിട്ട് കിട്ടുന്ന കഴിക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. സുഖം അതൊരു പവറാ. ഇവിടെ വേണ്ട. എനിക്ക് ഞാൻ പെടുത്ത ഞാൻ ദേവട്ടി കണ്ടാൽ ഞാൻ പറയും. ഈ വീഡിയോകൾ ഫുള്ള് കാണുന്നത്, അപ്പോൾ ഓള് മാത്രമേ എല്ലാ വീഡിയോയും കാണലുണ്ട്. അപ്പൊ അത് വലിയ പ്രശ്നമാണ്, കുടുംബ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. ആരെ ഇവിടെ വീഡിയോ ഒന്നും കാണല്ല നിങ്ങള്? അതെന്താ വീഡിയോസ് കാണല്ല? ഒരു ഫുൾ വീഡിയോ കാണട്ടോ. നല്ലൊരു കുട്ടിയല്ലേ ഇവിടെ, നിങ്ങളൊരു പൊന്നുമോളല്ലേ. അമ്മൻ്റെ വീഡിയോസ് കാണല്ലോ? അമ്മേ എൻ്റെ വീഡിയോസ് കാണല്ലോ? എൻ്റെ ഒന്നും കാണല്ല അമ്മ, എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. എടി ടോണിയങ്കായിൻ്റെ പോകുമ്പേ എനിക്ക് വേണ്ട മോളെ. കഴിച്ചോ എനിക്ക് വേണ്ട. മുത്ത് കഴിക്ക്. ഓ അമ്മയോട് മാത്രം സ്നേഹമുള്ളൂ. ഉനക്കാകെ സ്നേഹം വേണ്ട എനിക്ക് വേണ്ടേട്ടാ. അപ്പൊ ഒന്ന് ടോണിയങ്കായിന്റെ ഷൂട്ടിന് പോകുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെ ഈ 40 പേര്, എനിക്ക് ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാൻ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കൈ കഴുകുന്നവരേക്ക് ഒരു കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ ചെയ്യും. എങ്ങനെ ഈ ടോണിയങ്കായി, എൻ്റെ അമ്മയെ കൈ കഴുകാൻ പോയി, എങ്ങനെ ഈ ടോണിയങ്കായിന്റെ ഷൂട്ടിലേക്ക് എത്തി, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ടോണിയങ്കായിന്റെ പ്രൊമോഷൻ കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ട് ഒരു ബ്രാൻഡ്. അത് ചെയ്യാൻ പോണ സാധനങ്ങളും ഹെയർ സ്പാക്ക് കൂടെ മിനിമം ഒരു 4,500 രൂപ 8,000 രൂപേന്റെ സാധനം ഈ അവിടെ പോയി ചെയ്യുന്നുണ്ട്. ഈ അങ്ങനെയൊക്കെ എത്തുന്നു വിചാരിച്ചില്ല അങ്ങനെ ബ്രാൻഡിന്റെ കൊളാബറേഷനിലേക്കൊക്കെ വിചാരിച്ചു. പക്ഷേ ഹാൻഡ് വാഷ് റീഫിൽ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ, ഞാൻ ചെയ്തോളാം. അല്ല അങ്ങനെയല്ല, ചേഞ്ച് ഇല്ലേ, അത്രേ ഉള്ളൂ മോളെ. ഇങ്ങനെ ബ്രാൻഡ് കൊളാബറേഷനിലേക്ക് എത്തി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എൻ്റെ പെങ്ങളെ കാര്യത്തെ അരച്ച്. നമുക്ക് ഒറ്റയ്ക്ക് നയിച്ച് കിട്ടിയൊരു കൊളാബറേഷനാണിത്. കൊളാബറേഷൻ്റെ ഒരു ഞാൻ കൊളാബറേഷൻ ഹാർഡ് വർക്കിംഗ് എപ്പോഴും വിൻ ചെയ്യുന്ന പറയുന്ന സക്സസ് സത്യമല്ലേ? ടാലന്റ് ഓവർടേക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡിസിപ്ലിനാണ്. ഞാൻ ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഒന്നും ഇപ്പോൾ വേണ്ട കേട്ടോ. ഇവിടെ കാര്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിനിടെ കൂടെ ചീർപ്പൊന്നുമില്ല ഇവിടെ. അമ്മേ തെക്ക് വടക്ക് നടക്കുന്നു. ഇരിക്കും